താന്തോന്നി. രചന റോസൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്നവന് അങ്ങോട്ട് ചെല്ലാം. അവിടെ എല്ലാവരും കാത്തിരിക്കാം നമ്മുടെ തീരുമാനം അറിയാൻ. രാകേഷ് പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അവൾ മനോഹരമായെന്ന് പുഞ്ചിരിച്ച് അവനെ നോക്കി. രണ്ടുപേരും തിരികെ ചെല്ലുമ്പോൾ നാട്ടുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു മുതിർന്നവർ. ചിരിച്ചുകൊണ്ട് കയറി വരുന്ന മകനെ കണ്ടപ്പോൾ തന്നെ അവന്റെ മനസ്സിൽ എന്താണെന്ന് ഊഹിക്കാൻ കഴിഞ്ഞു ആ മാതാപിതാക്കൾക്ക്. മോൾക്ക് ഇഷ്ടായോ ഞങ്ങളുടെ മോനെ? അമ്മയാണ് ആ ചോദ്യം അവൾ നോക്കി ചോദിച്ചു. അതിന് മറുപടി പറയാതെ തന്റെ അമ്മയെ നോക്കി ഇഷാനി. പറഞ്ഞോളൂ മോളെ, നിന്റെ പൂർണ്ണ താല്പര്യം മാത്രമേ അമ്മ മുന്നോട്ട് പോകൂ. അത് പറയുമ്പോഴും അമ്മയുടെ മുഖത്തെ ഗൗരവം ശ്രദ്ധിച്ചു ഇഷാനി. എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല, മടിച്ചാണെങ്കിലും പറഞ്ഞവൾ. ഇപ്പോഴാ ആശ്വാസമായത്. ഇനി ജാതകം നോക്കാലോ അല്ലേ? രാകേഷിന്റെ അമ്മ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു. ഇവനെ കൂടാതെ ഒരു മകൾ കൂടിയുണ്ട് ഞങ്ങൾക്ക്. അവളിപ്പോൾ ബാംഗ്ലൂരില്ല. ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ പോയിരിക്കുക. അടുത്ത ആഴ്ച അവൾ വരുമ്പോഴേക്കും ജാതകമൊക്കെ നോക്കി വെക്കാം. കുറച്ച് ബന്ധുക്കൾ കൂടി വന്ന് കാണാനുണ്ട്. ജാതകം ചേർന്ന് അവളും ബന്ധുക്കളും കൂടി ഒന്ന് കണ്ടിട്ട് പോയാൽ നിങ്ങൾക്ക് ആരൊക്കെയാ വരാളെന്ന് വെച്ചാൽ അങ്ങോട്ട് വരാം. വരുന്ന വിവരം അറിയിച്ചാൽ മതി. അങ്ങനെ ആലോചനയായിട്ട് മുന്നോട്ട് പോവാം. സന്തോഷത്തോടെ പറഞ്ഞു അദ്ദേഹം. നിറഞ്ഞ മനസ്സോടെയാണ് വന്നവർ തിരികെ പോയത്. തന്റെ ആവശ്യങ്ങളൊക്കെ രാകേഷിനോട് പറഞ്ഞു എന്ന സമാധാനം ഇഷാനിക്കും ഉണ്ടായിരുന്നു. തന്റെ മനസ്സ് മനസ്സിലാവുന്ന ഒരാളാവണം തന്റെ പാതിയായി വരാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഈശ്വരൻ അറിഞ്ഞു പ്രവർത്തിച്ച പോലെ. ഇപ്പോഴേ എനിക്ക് ശ്വാസം വീണ്. നീ എന്തൊക്കെയാ നീ ആ ചെറുക്കനോട് പറഞ്ഞിരിക്കുന്നത്? എനിക്കറിയാം ഞാൻ പറഞ്ഞു നീ മുഖവിലേക്ക് എടുത്തിട്ടുണ്ടാവില്ലെന്ന്. നിനക്ക് നിന്റേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അമ്മ ചോദിച്ചു കേട്ടപ്പോൾ അവൾ ചിരിച്ചുപോയി. അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ? ചേച്ചി എന്തൊക്കെ പറഞ്ഞാണെന്ന് എനിക്കറിയാം. വിരൽ മടക്കി അക്കമിട്ട് പറയാൻ തുടങ്ങി ശ്രീകുട്ടി. 1, വിവാഹം കഴിഞ്ഞാൽ എന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടരുത്. 2, എന്റെ ശമ്പളത്തിന്റെ പാതി അവകാശികൾ എന്റെ വീട്ടുകാരായിരിക്കും. 3, എന്റെ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലായി കൂടെ നിൽക്കാൻ കഴിയുന്ന ആളെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യൂ. 4 എന്ന് പറഞ്ഞവൾ വിരൽ മടക്കുമ്പോഴേക്ക് ഇഷാനി ഇടയിൽ കയറി. മതി നിന്റെ ഓരോ കണ്ടുപിടുത്തം. വേറെ പണിയില്ല നിനക്ക്? ദേഷ്യം വന്ന പോലെ അഭിനയിച്ചവൾ. കണ്ടോ ഞാൻ പറഞ്ഞെങ്ങനെയുണ്ട്? ഏതാണ്ട് ഇവർ രണ്ടുപേരും ഒരു വൈബാണെന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചി തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. അത് ഇഷ്ടപ്പെട്ടു വേണം ആ ചേട്ടന്. എന്താണെങ്കിലും ജാതകം കൊടുത്തു വിട്ടത് അവര് നോക്കട്ടെ, എന്നിട്ട് മതി ഇനി അതിനെക്കുറിച്ചൊരു സംസാരം. അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നി ഇഷാനിക്ക്. ഇഷാനി അകത്തേക്ക് പോയ തക്കത്തിന് അമ്മയുടെ ഫോൺ എടുത്ത് പറമ്പിലേക്ക് കൂടി ശ്രീകുട്ടി. സേവിയുടെ നമ്പർ ഡയൽ ചെയ്ത് കാതോർത്ത് നിന്നവൾ. ജീപ്പ് കഴുകിയായിരുന്നവൻ. ആഹാ, കാന്താരിയാണല്ലോ. പെണ്ണ് കാണാൻ വന്ന വിശേഷം പറയാനായിരിക്കും. സ്വയം പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് തോളിനും കവിളിയിടയിൽ വെച്ച് കയ്യിലിരുന്ന തുണി മുക്കി പിഴിഞ്ഞു. ചേട്ടായി ഒക്കെ സെറ്റായി. ചേച്ചിയെ അമ്മ സമ്മതിപ്പിച്ചു. പെണ്ണുകാണിൽ അങ്ങനെ ഗംഭീരമായിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി ജാതകം നോക്കി സെറ്റാകുകയാണെങ്കിൽ അച്ഛമ്മയുടെ ആണ്ട് കേട്ട് വിവാഹം പറഞ്ഞിരിക്കുന്നത്. ശ്രീകുട്ടി സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോൾ ഒരു പാലട പായസം വയറു നിറയെ തട്ടാനുള്ള സമയമായെന്ന് ചുരുക്കം അല്ലേ? സേവി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. 2 തരം പായസവും സദ്യയും എന്തായാലും ഉറപ്പാ, തമാശയോടെ പറഞ്ഞു ശ്രീകുട്ടി. എത്ര നാളെ ഇങ്ങനെ ഒരു കല്യാണം കൂടിയിട്ട്? ഇത് നമുക്ക് പൊളിച്ചെടുക്കണം. ഒരാഴ്ച മുമ്പ് ഞാൻ അവിടെ ഉണ്ടാവും. സേവി ഉത്സാഹത്തിലായിരുന്നു. എല്ലാ വിശേഷങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ച് ഫോൺ വെച്ചു ശ്രീകുട്ടി. ജോസൂട്ടി വന്നപ്പോൾ അവനോടും വിശേഷം പറഞ്ഞ സേവി. ഫൂലും ദേവി സമ്മതിച്ചു വിവാഹത്തിന്? അപ്പോഴും വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല ജോസൂട്ടിക്ക്. പെണ്ണല്ലേ വർഗം, സമ്മതിക്കാതിരിക്കാൻ എന്നതാ? ഗവൺമെന്റ് ജോലി, കുടുംബത്തിൽ ഒറ്റ മോൻ, ആവശ്യത്തിന് പണം, സമൂഹത്തിൽ നിലയും വിലയുള്ളവര്, കാണാനും സുന്ദരൻ. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? സമ്മതിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ജീപ്പിന്റെ ചില്ല് തുടച്ചുകൊണ്ട് പറഞ്ഞു സേവി. വൈകിട്ട് ചായക്കടയിൽ വെച്ചാണ് ബ്രോക്കറെ കണ്ട ഭദ്രൻ. വിശേഷം അറിഞ്ഞപ്പോൾ അവന്റെ മുഖം ചുവന്നു. അവളപ്പൊ കെട്ടാമുട്ടി നിൽക്കുമായിരുന്നു അല്ലേ? എന്നെയാണ് അവൾക്ക് പിടിക്കാത്തത്. ഇത്ര പെട്ടെന്ന് അവൾ സമ്മതിക്കുന്ന കരുതിയില്ല. എന്നോടുള്ള വാശിക്കായിരിക്കും. എന്നാലും ഈ നമ്പിയാട്ടുകാർക്ക് അവളെ മാത്രമേ കിട്ടിയുള്ളൂ. അനന്തരവനെ ആലോചിക്കാൻ ദേഷ്യം വന്നവന്. അങ്ങനെ പറയില്ലേ ഭദ്ര, കുട്ടിക്ക് വന്ന നല്ലൊരു ആലോചനയല്ലേ, നടക്കട്ടെ എന്ന്. നല്ല സ്വഭാവം രാകേഷിന്റെ. അവന്റെ നല്ല മനസ്സുകൊണ്ടാ അങ്ങനെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ച്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരോ ഒന്നും പ്രതീക്ഷിക്കാതെ പെണ്ണ് കിട്ടുന്നു. ബ്രോക്കർ പറയുന്നേട്ട് വിറഞ്ഞു കയറി ഭദ്രന്. അതെനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ താൻ. ഒരു നല്ല സ്വഭാവക്കാരൻ. അല്ല, വിവാഹം ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. കണ്ടറിയണം നടക്കോ ഇല്ലേ എന്ന്. അവളിപ്പോ എവിടേക്കാ ജോലിക്ക് പോകുന്നറിയില്ല തനിക്ക്? അർത്ഥം വെച്ചുകൊണ്ടാണ് ഭദ്രനായി ചോദിച്ചത്. ആ കുട്ടി അങ്ങനത്തെ സ്വഭാവക്കാരിയൊന്നുമല്ല. ചെറുപ്പം തൊട്ടേ എനിക്കറിയാവുന്നല്ലേ. നീ ഇനി ഇടങ്കോലിടാൻ നിൽക്കാതിരുന്നാ മതി. എങ്ങനെയെങ്കിലും ജീവിച്ചു നോക്കട്ടെ പാവങ്ങള്. ഇപ്പൊ തന്നെ സ്ഥലം വിൽക്കായിട്ടിട്ടാ കുട്ടിയെ കെട്ടിച്ചുവിടാൻ നോക്കുന്നു. പെൺകുട്ടികളുള്ളവർക്ക് അതിന്റെ വേദന മനസ്സിലാവും. ഇഷാനിയെ പറഞ്ഞ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അയാൾക്ക്. എനിക്കറിയാം എന്റെ മാമിയെ, താൻ കൂടുതൽ വിളമ്പണ്ട പറഞ്ഞുകൊണ്ട് ഭദ്രനെ എഴുന്നേറ്റ് പോയി. കിട്ടാത്ത മുന്തിരിങ്ങ വിളിക്കുന്നു പറയുന്നത് വെറുതെ അല്ല. ബ്രോക്കർ പറയുന്നേട്ട് ചായക്കടയിൽ ഇരുന്നവർ ചിരിച്ചു. ഭദ്രൻ ബുള്ളറ്റ് മുറ്റത്ത് നിർത്തി ഇറങ്ങുമ്പോൾ തന്നെ കണ്ടു സിറ്റൗട്ടിലിരിക്കുന്ന അച്ഛനെ. രാവിലെ വന്ന സൺഡേ സപ്ലിമെന്റ് ഒന്നുകൂടി വായിക്കായിരുന്നു അദ്ദേഹം. പെങ്ങടെ വീട്ടിലെ വിശേഷം അറിഞ്ഞോ? അറിഞ്ഞാണോ? പറയാണ്ടിരിക്കാവും. മുണ്ട് മടക്കി കുത്തി ദേഷ്യത്തിൽ ഭദ്രന പറയുന്ന കേട്ട് വായിച്ചുകൊണ്ടിരുന്ന പേപ്പർ മടക്കി ടീപ്പോയിൽ വെച്ചയാൾ അവനെ നോക്കി. എന്ത് വിശേഷം? അച്ഛന്റെ ചോദ്യം കേട്ട് അരിശം വന്നെങ്കിലും അത് ഒതുക്കിയവൻ. ആ നമ്പിയാട്ടുകാരുടെ അനന്തരവന്റെ പെണ്ണ് കാണാൻ പോയെന്ന്. അവളിപ്പോ കഴിഞ്ഞു. അവളുടെ കുടുംബ പ്രാരാബ്ദം എന്നെ കെട്ടാൻ മാത്രമേ അവൾക്ക് പറ്റാത്തുള്ളൂ. ജോലിക്കാരൻ വന്നപ്പോ കഴിഞ്ഞവളുടെ. പിന്നെ വന്ന മുട്ടൻ തെറിയായിരുന്നു അവന്റെ വായിൽ നിന്ന്.
പുറത്തെ ബഹളവും കേട്ട് ഗൗരിയും മായാവതിയും പുറത്തേക്ക് വന്നു. എന്നാലും അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. അച്ഛൻ പറഞ്ഞ അത്ര വിശ്വാസം വന്നില്ല അവന്. നീ എന്താടാ പറയുന്നത്? ആരെ പെണ്ണാണെന്ന കാര്യം പറയുന്നത്? അമ്മ ചോദിച്ചു. ആ തേവിടിച്ചേ ഇഷാനി, അവളെ സുഖമായിട്ട് പാടാൻ അനുവദിക്കില്ല ഞാൻ. കലി തുള്ളിക്കൊണ്ട് അവൻ അകത്തേക്ക് കടന്നു. ഒന്ന് നിന്നേ. മാറിൽ ഇരുകയും പിണച്ചു കെട്ടി ഗൗരി ദേഷ്യത്തിൽ അവനെ നോക്കി പറഞ്ഞു. അപ്പോഴാണ് വാതിലും മറന്നിൽ നിന്നിരുന്നവളെ അവൻ കണ്ടത്. അവന്റെ മുഖം മാറി. അതെ, നിങ്ങളുടെ ഉദ്ദേശം എന്താ? എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക. ആ പെൺകുട്ടി ആരെങ്കിലും വിവാഹം ചെയ്ത് ജീവിക്കുന്നതിൽ എന്താ പ്രശ്നം? അവളുടെ വിവാഹം മുടക്കാനാണ് ഉദ്ദേശം? ഗൗരിയുടെ ചോദ്യം അവനെ ചൊടിപ്പിച്ചു. അതെ, കൂടുതൽ ഭരിക്കാൻ വരണ്ട. അവളുടെ കാര്യം എന്ത് വേണമെന്ന് എനിക്കറിയാം. ഈ കാര്യത്തിൽ ആരും എന്നെ പഠിപ്പിക്കണ്ട. ആനുമത്തെ ദേഷ്യം കണ്ടപ്പോൾ ഗൗരിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ പൊട്ടിത്തെറിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അന്ന് അവൾ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് പോയിട്ട് കിടന്ന് മോങ്ങുന്ന കണ്ടിട്ട് സാധാരണ കൊണ്ടാ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന്. നിങ്ങൾ പറയുന്നതിൽ സത്യമുണ്ടെന്ന് തോന്നിയുണ്ട്. ഇപ്പൊ മനസ്സിലായി നിങ്ങൾ ഒരിക്കലും നന്നാവില്ലെന്ന്. എടേ, വല്ലാതെ വിളമ്പാൻ നിൽക്കണ്ട. അടിമുടി കത്തി നിൽക്കുവാ ഞാൻ. അത്ര കത്തി നിൽക്കുകയാണെങ്കിലേ പോയി ആ കിണറ്റിൽ ചാട്. കത്തിയൊക്കെ കിടട്ടെ. അവളും വിട്ടുകൊടുക്കാൻ പോയില്ല. എന്നോടുള്ള സാധാമം കൊണ്ട് മാത്രം ചാടി വന്നല്ല നീയെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ദിവസങ്ങൾ മാത്രം പരിചയമുള്ള ഞാൻ വിളിച്ചപ്പോ ഇറങ്ങി വരാൻ നിനക്ക് ആലോചിക്കാൻ ഒന്നുമില്ലായിരുന്നത്. ഭദ്രന്റെ സ്വത്ത് മോഹിച്ച് തന്നെയാ. ഇപ്പതേ കണ്ടില്ലേ, അവളും ഗവൺമെന്റ് ജോലിക്കാരന്റെ ആലോചന വന്നപ്പോ കഴിഞ്ഞു വീരവാദങ്ങള്. പെണ്ണല്ലേ വർഗം, പുച്ഛത്തോടെ പറഞ്ഞവൻ. അത് ശരി, അപ്പൊ ഇതാണ് നിങ്ങളുടെ മനസ്സിലല്ലേ? എനിക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ നിങ്ങളുടെ ലേബലൊന്നും വേണ്ട. ഭാഗ്യം, ഇപ്പോഴെങ്കിലും ആ മനസ്സറിയാൻ കഴിഞ്ഞല്ലോ. ആളുകളെ വിളിച്ചുകൂട്ടി ഗംഭീരമായിട്ട് വിവാഹം നടത്തുന്നൊക്കെ പറഞ്ഞിട്ട് ആ ആവേശം കെട്ടടങ്ങി കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയിരുന്നു. പെണ്ണിന്റെ ശരീരത്തോട് നിങ്ങൾ പ്രാപിക്കുന്നവരെ മാത്രമേ ആഗ്രഹമുള്ളൂ എന്ന്. ചവച്ചു തുപ്പിയാൽ കഴിഞ്ഞു എന്ന്. ഈ താലിന്റെ കഴുത്തിൽ കെട്ടിയത് നിങ്ങൾ നന്നായതുകൊണ്ടാണെന്ന് ധരിച്ച് എനിക്ക് തെറ്റി. എന്തായാലും ഈ തൽക്കാലം എന്റെ കഴുത്ത് തന്നെ കിടക്കട്ടെ. ഇനി നിങ്ങളുടെ വെപ്പാട്ടിയായി വീട്ടിൽ കഴിയുന്നില്ലെന്നല്ലേ തെരുവിൽ പിച്ചെടുത്ത് ജീവിക്കുന്ന ഗൗരി. വെറുതെ ഓരോന്ന് പറയണ്ട. ഞാൻ എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാ. നീ വെറുതെ. ആൾ അത്രയും പറഞ്ഞപ്പോഴാണ് തനിക്ക് തെറ്റുപറ്റിയെന്ന് അവന് മനസ്സിലായത്. വേണ്ട, ഇനിയൊന്നും പറയണ്ട. ഞാൻ പോകുന്നു. എങ്ങനെയാണോ ഇങ്ങോട്ട് കയറി വന്ന് അതേപോലെ തന്നെ പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മിഴികളെ ശാസിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നവൾ വന്നേറിയ പാത ഒഴിഞ്ഞുപോയി. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മായാവതി പറഞ്ഞു. അവൾ പോകുന്നു നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിന്നവൻ. അവിടുന്ന് ഇറങ്ങി എങ്ങോട്ട് പോകണമെന്നറിയാതെ ബസ് സ്റ്റോപ്പിൽ തളർന്നിരുന്നു ഗൗരി. തന്റെ ജീവിതം വെച്ച് കളിച്ച താൻ തന്നെയാണ്. ആരെയും കുറ്റപ്പെടുത്താൻ കഴിഞ്ഞില്ല അവൾക്ക്. മോളെ ഗൗരി. ആ വിളി കേട്ട് അവൾ മുഖമുയർത്തി നോക്കി. കണ്ണുനീർ മൂടി കാഴ്ച മറിഞ്ഞിരുന്നെങ്കിലും ആ ശബ്ദം തിരിച്ചറിഞ്ഞവൾ. ആ വാക്കിന് വിലയില്ലാത്തതിനു വേണ്ടി താൻ തർക്കിച്ച തന്റെ മാമൻ. മാമി, എനിക്ക് തെറ്റുപറ്റിപ്പോയി മാമി, എന്നോട് ക്ഷമിക്ക് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അയാളെ വട്ടം പിടിച്ചവൾ. മോളുവാ, നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആളുടെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചയാൾ. കരുണ, എന്റെ സൈക്കിളോടെ ഇരിക്കട്ടെ. നീ ഞങ്ങളൊന്ന് വീട്ടിലായി തന്നേ. ഓട്ടോ പാർക്കിൽ കിടന്ന കരുണൻ വേഗം തന്റെ ഓട്ടോ സ്റ്റാർട്ടാക്കി. ഗൗരി ആദ്യം കയറിയിരുന്നു, പിന്നാലെ ആശാനും. ആ വണ്ടി താഴെ റോഡിൽ വന്ന് നിന്നപ്പോൾ അയൽ വിരിച്ച തുണികൾ എടുക്കുന്ന ആശാന്റെ ഭാര്യ ഒന്ന് ഭയന്നു. ഈശ്വര, സൈക്കിള് ചവിട്ടിപ്പോയി ഇങ്ങേരിക്കത് എന്തു പറ്റി? അവർ കയ്യിൽ നിന്ന് തുണികൾ അരത്തിനിൽ വെച്ച് തിരിയുമ്പോഴാണ് ഗൗരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കയറി വരുന്ന ഭർത്താവിനെ കണ്ടത്. ഇവളോ? അവരുടെ മുഖത്തെ പുച്ഛം താൻ അറിയിക്കുന്നതെന്ന് തോന്നിപ്പോയി ഗൗരിക്ക്. ഇവളെ വേദനിപ്പിക്കേണ്ട നീ മിണ്ടാ കൂടവാ. ഭാര്യയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് കയറിയയാൾ. എത്ര അടക്കി നിർത്തിയിട്ടും കരഞ്ഞുപോയവൾ. ഇരിക്കുമോളെ, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവുമെന്ന് കരുതിയില്ല. ഡേ, നോക്കിക്കാ കൊച്ചിന് കുടിക്കാൻ കൊണ്ടുപോവാ. ആളോട് ദേഷ്യം തോന്നിയെങ്കിലും ആൾ കരയുന്നുണ്ടപ്പോൾ അവർക്കും സഹിച്ചില്ല. നീ കരയാ പെണ്ണെ, കാര്യം പറ. എന്താ ഉണ്ടായത് വലിയ വീട്ടില്? മാമി കുടിക്കാനെടുക്കാം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. ഒരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളം എടുത്തിട്ട് വന്നവർ അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി ആർത്തിയോടെ കുടിച്ചവൾ എല്ലാ കാര്യങ്ങളും അവൾ പറഞ്ഞു. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. സാറില്ല, പെങ്ങളോട് ഞാൻ പറയാം. നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കിടക്ക്. അവളുടെ തലയിൽ വാത്സല്യത്തോടെ തഴുകിക്കൊണ്ട് പുറത്തേക്ക് പോയി അയാൾ. അവൾ വേണ്ടെന്ന് പറഞ്ഞ് കിടക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി. ചുമരോട് ചേർന്ന് കിടക്കുമ്പോൾ അവളുടെ ഇരുകണ്ണുകളും മഴ പോൽ പെയ്തിറങ്ങി. ഭദ്ര നേരെ പോയത് ബാറിലേക്കായിരുന്നു. ഗൗരി പടിയിറങ്ങിപ്പോയതിനേക്കാൾ അവന്റെ മനസ്സിന്റെ താളം തെറ്റിച്ച് ഇഷാനിയുടെ വിവാഹമായിരുന്നു. എങ്ങനെയെങ്കിലും അത് മുടക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു അവന്റെ ഉള്ളിൽ. പക്ഷേ എങ്ങനെ? അതുമാത്രം ഉത്തരം കിട്ടാതെ ചോദ്യമായി അവശേഷിച്ചു അവനിൽ. വൈകിട്ട് മുറ്റടിച്ചു വാരിയായിരുന്നു ഇഷാനി. ഒതുക്കളിൽ കയറി പുഞ്ചിരിയോടെ വരുന്ന മാമയെ കണ്ടപ്പോൾ ചൂല് പിന്നിലേക്ക് മറച്ചു പിടിച്ചവൾ. അമ്മേ, ഒന്നിങ്ങോട്ട് വരും. ആരോ വന്നിരിക്കുന്നു നോക്കിയേ. ഏറെ ദിവസങ്ങളായി മാമയെ കണ്ട സന്തോഷത്തിൽ അടുക്കള മുറ്റത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞവൾ. മുറ്റത്ത് അലക്കി വിരിച്ചു ഉണങ്ങിയിട്ട തുണികൾ എടുക്കായിരുന്നു രാജി. കൈത്തണ്ടയിൽ വെച്ച തുണികൾ അടുക്കള വരാന്തയിലെ തിണ്ണയിൽ വെച്ചിട്ട് സാരി തലപ്പ് വലിച്ച് വിയർപ്പ് പൊടിഞ്ഞ മുഖമൊന്ന് തുടച്ചുകൊണ്ട് മുൻവശത്തേക്ക് ചെന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നെ അറിയിക്കാതിരിക്കാൻ മാത്രം അന്യനായി പോയി ഞാൻ, അല്ലേ രാജി? അമ്മയെ നോക്കി വേദനയോടാണ് ചോദ്യമെങ്കിലും ആ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നു. അതല്ലേ ഏട്ടാ, അതൊക്കെ പറയാം. മോളെ, മാമിക്ക് ചായ എടുക്ക്. ഏട്ടാ അകത്തേക്ക് വാ പറഞ്ഞുകൊണ്ട് അമ്മ മാമിയുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറിപ്പോ നോക്കി അടുക്കള പുറത്തേക്ക് നടന്നു ഇഷാനി. ചൂലെടുത്ത് വെച്ചിട്ട് കൈ കഴുകി അകത്തേക്ക് കയറി അമ്മ പറഞ്ഞ പോലെ ചായക്ക് വെച്ചു. ആരേ ചേച്ചി? കുളിച്ചു വരികയായിരുന്നു ശ്രീകുട്ടി ചോദിച്ചു.
അത് മാമിയാ വിവരറിഞ്ഞിട്ട് വന്നാവും. നീ ഇടക്കേറി സംസാരിക്കാനൊന്നും പോകണ്ട. അതൊക്കെ ആങ്ങളെയും പെങ്ങളും സംസാരിച്ചു തീർക്കും കേട്ടോ. ബെല്ലും ബ്രേക്കില്ലാതെ ശ്രീകുട്ടി എന്തെങ്കിലും പറയുന്നറിയാവുന്നതുകൊണ്ട് ഇഷാനി മുന്നറിയിപ്പ് കൊടുത്തു. ഓ ഞാനൊന്നും പറയുന്നില്ല. മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് പോയി. മാമനുള്ള കട്ടൻ ചായ ഗ്ലാസ്സിൽ പകർത്തിയെടുത്ത് ഇഷാനി ഹാളിലേക്ക് നടന്നു. അമ്മയും മാമനും കാര്യമായ സംസാരത്തിലാണ്. ദാ മാമി. ചായ മാമന് നീട്ടി പറഞ്ഞു. നിനക്കിഷ്ടായോ അവനെ? അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി ചോദിച്ചു അദ്ദേഹം. ഇപ്പൊ യുവാൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ അമ്മക്ക് ഒരേ വാശി, അതുകൊണ്ട് സമ്മതിക്കേണ്ടി വന്നു. ഇവള് പറയുന്നതിലും കാര്യമുണ്ട്. കെട്ടുപ്രായം ചെന്ന് നിൽക്കുന്ന പെൺകുട്ടിയുള്ള എല്ലാ അമ്മമാരുടെയും അവസ്ഥ ഇത് തന്നെയാ. നിനക്ക് വിധി കരുതി വെച്ച അവനെയാണെങ്കിൽ ഈ വിവാഹം നടക്കും, ആരൊക്കെ വിലങ്ങ് തീർത്താലും. അന്ന് വീട്ടിലുണ്ടായ സംഭവവികാസങ്ങൾ കൂടി മാമ പറയുന്നത് കേട്ടപ്പോൾ ഇഷാനിയുടെ മനസ്സിൽ ഭയം നിറഞ്ഞു. ആളുടെ മുഖത്ത് അത് വ്യക്തമായി കണ്ടു. എന്നാലും ഒരു പെൺകുട്ടിയെ മാറിയിട്ട് കൊണ്ടുവന്നിട്ട് ഈ ചെക്കനെ എന്ത് ഭാവിച്ച? ഈ തലതെറിച്ച സന്ധ്യയും നമ്മുടെ തറവാട്ടിൽ തന്നെ വന്ന് പിറന്നല്ലോ ഏട്ടാ. സങ്കടത്തോടെ അമ്മ പറയുമ്പോഴും ഇഷാനിയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. തന്റെ പെണ്ണാണൽ നടന്നതിന്റെ ദേഷ്യമാണ് ഭദ്രൻ കാണിക്കുന്നതെന്ന് ആരും പറയാത്തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു. മോള് പേടിക്കണ്ട. ജാതകമൊക്കെ ചേർന്ന് ഈ ആലോചന മുന്നോട്ട് പോവുകയാണെങ്കിൽ മാമയുണ്ടാവും ഏത് കാര്യത്തിനു മുമ്പിൽ. ആരൊക്കെ എതിർത്താലും ഞാനുണ്ടാവും നിന്റെ കൈ ചെറുക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ. ഇഷാനിയുടെ തോളിൽ തട്ടി അദ്ദേഹം പറഞ്ഞപ്പോൾ ആളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. ഇറങ്ങുമ്പോൾ പെങ്ങളെ നോക്കി വീണ്ടും പറഞ്ഞാൽ. പറയാട്ടാ, വിളിച്ചു പറയല്ല, ഞാൻ വരും അവിടേക്ക്. എൻ്റെ മോളുടെ വിവാഹത്തിന് എല്ലാവരും വേണം തന്നെ ആഗ്രഹം. പോയി പറയേണ്ട താമസമേ ഉള്ളൂ. ഭദ്രേട്ടൻ കഴുത്തിന് പിടിച്ചുള്ള അമ്മയുടെ മാത്രമല്ല മാമി ചൂലും എടുക്കും. ശ്രീകുട്ടി പറഞ്ഞു. ആരും ഇവളൊന്നും ചെയ്യില്ല. ഇവൾക്ക് കൂടി അവകാശപ്പെട്ട വീടാ അത്. വലിയ വീട്ടിൽ എനിക്കുള്ള അതേ അവകാശം നിന്റെ അമ്മയ്ക്കും ഉണ്ട്. വഴക്കിന് ഞാനില്ല ഏട്ടാ. എന്നാലും എൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണാ അത്. അവരുടെ അസ്ഥിത്തറയിൽ വന്ന് പറയണ എനിക്ക് മുന്നോട്ട് നടക്കാനുള്ള ശക്തി നേടാൻ. അത് പറയുമ്പോൾ അമ്മയുടെ സ്വരമിടറിയെ ശ്രദ്ധിച്ചു ഇഷാനി. യാത്ര പറഞ്ഞു പോകുന്ന മാമയെ നെടുവീർപ്പോടെ നോക്കിയെന്നവർ. ആ ചേച്ചിക്കും അടുത്ത് കാണും അയാളുടെ കൂടെയുള്ള ജീവിതം. ഇങ്ങനെ ഒരു ചെറ്റയാണെന്ന് അറിയാതെ കയറി കൊടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. എന്തായാലും ഇറങ്ങിപ്പോയത് നന്നായി, അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നേനെ. ശ്രീകുട്ടി ദേഷ്യത്തിൽ പറഞ്ഞു. നീ എന്തറിഞ്ഞിട്ടാ പറയുന്നത്? എന്നുള്ള വാശിക്ക ഗൗരിയുടെ കഴുത്തിൽ അയാൾ മാലയിട്ട്. ഇപ്പൊ അവർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് എന്നുള്ള ദേഷ്യം കൂടിക്കാണും. ഈ വിവാഹം മുടക്കാൻ വഴി തേടുകയാവിനി ആള്. ഓ എന്നാ പിന്നെ ഒന്ന് കാണണം. ദേ ചേച്ചി അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ കാര്യം പറയാം. ഈ അവസരത്തിൽ ഒരാൾക്ക് മാത്രമേ എൻ്റെ ചേച്ചിയെ രക്ഷിക്കാൻ കഴിയും. അയാൾ വിചാരിച്ച സകല പത്തിയും മടങ്ങും ഭദ്രന്റെ. ശ്രീകുട്ടി ആത്മവിശ്വാസത്തോടെ പറയുന്ന കേട്ടപ്പോൾ ഇഷാനി അമ്മയെ മുഖത്തോട് മുഖം നോക്കി. പിടിയിട്ടില്ലല്ലേ? ഞാൻ തന്നെ പറയാം, നമ്മുടെ സേവിച്ചൻ. നാടകീയമായി പറഞ്ഞു ശ്രീകുട്ടി. സേവിച്ചന്റെ മുമ്പിൽ മുട്ടിടിക്കും വലിയ വീട്ടിൽ ഭദ്രന്റെ. സേവിച്ചൻ താങ്ങായിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് അടുക്കാൻ മടിക്കും ഭദ്രൻ. നീ എന്ത് ഭ്രാന്താ പറയുന്നത്? അവരുടെ കമ്പനിയിലെ സ്റ്റാഫ് മാത്രമാണ് ചേച്ചി. ഒരു ആപത്ത് വന്നപ്പോൾ അദ്ദേഹം സഹായിച്ചെന്ന് കരുതി നമ്മുടെ ബോഡി ഗാർഡാണ് അദ്ദേഹം. തെള്ളുറക്കെ ചോദിച്ചു പോയി ഇഷാനി. ബോഡി ഗാർഡ് എന്നല്ല ഞാൻ പറഞ്ഞു. ഭദ്രനെതിരെ ഒരു അസ്ത്രം ഉണ്ടാക്കുന്നത് നല്ലതാ. അതാണ് സേവിച്ചൻ. നമ്മളെ സഹായിക്കാനുള്ള മനസ്സുണ്ട് അദ്ദേഹത്തിന്. ഇപ്പൊ തന്നെ നമ്മുടെ ആശങ്ക അറിഞ്ഞാ എന്താ സേവിച്ചൻ പറയുന്നത് കേൾക്കണ ചേച്ചിക്ക്? ഒരു മിനിറ്റ്, ഞാൻ കേൾപ്പിച്ചു തരാം. പറഞ്ഞുകൊണ്ട് അമ്മയുടെ ഫോൺ എടുത്ത് സേവിയുടെ നമ്പറിൽ വിളിച്ചു ശ്രീകുട്ടി. ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു സേവിക്ക്. ജോസൂട്ടിയും കൂടി പാർട്ടിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു അവൻ. ഫോൺ റിങ് ചെയ്യുന്ന കേട്ട് ജുബയുടെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തവൻ. അവന്റെ മുഖത്തെ പുഞ്ചിരിയിൽ നിന്നും മറുവശത്ത് ആരായിരിക്കുമെന്ന് ഊഹിച്ച് ജോസൂട്ടി. എന്നാ വെച്ചേ സ്നേഹത്തോടെ ചോദിച്ചവൻ. ഫോൺ സ്പീക്കറായതുകൊണ്ട് അമ്മയും ഇഷാനിയും കേട്ടവൻ ചോദിച്ചു. ഒരു പ്രശ്നം ഉണ്ടായി സേവിച്ച? ശ്രീകുടി പറയാൻ തുടങ്ങിയപ്പോൾ ഇരുന്നിടത്ത് എഴുന്നേറ്റ് സേവി. അവളുടെ ആ പറച്ചിൽ എന്തോ അപകടം ഉണ്ടായതുപോലെ അവന്റെ മുഖം ഗൗരവം പൂണ്ടു. എന്നതാ കാര്യം മുളച്ചിട്ട് അവർ മോളെ? അവന്റെ സ്വരം മാറിയതും ഗൗരവം നിറഞ്ഞ മനസ്സിലായി ഇഷാനിക്ക്. മാമ വീട്ടിൽ വന്നവൻ പറഞ്ഞിട്ട് പോയതെല്ലാം ഒന്നൊഴിയാതെ പറഞ്ഞ ശ്രീകുട്ടി. എല്ലാം മൂളി കേട്ടിരുന്നു സേവി. അപ്പൊ അവന്റെ പെണ്ണ് അവൻ ഇട്ടിട്ട് പോയി. പിന്നെ മോളെ ചേച്ചിയുടെ മനസ്സിൽ പേടിയില്ലാതിരിക്കില്ല, അത് സ്വാഭാവികം. അവനെന്താണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല നമുക്ക്. നോക്കട്ടെ അവനെവിടം വരെ പോകുന്നു. എന്തുതന്നെയാലും നിന്റെ ചേച്ചിയുടെ വിവാഹം നടക്കും. മുടക്കാനാണ് അവന്റെ തീരുമാനമെങ്കിൽ സേവിയുടെ ദേഹം നന്നായിട്ട് അനങ്ങേണ്ടി വരും. നീ ധൈര്യമായിട്ടിരിക്കുക. ചേച്ചിയുടെ വിവാഹം അടിച്ചു കുളിക്കണം നമുക്ക്. ഒരു ടെൻഷനും വേണ്ട, ഞാനില്ല നിന്റെ കൂടെ. അവന്റെ പറച്ചിൽ കേട്ട് തുള്ളിച്ചാടി ശ്രീകുട്ടി. ആ വാക്കുകൾ ആശ്വാസമായി ഇഷാനിക്കും. ഇത് കേട്ടാ മതി, ഒക്കെ വേണേ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചവൾ. സമാധാനായില്ലേ അമ്മയ്ക്കും ചേച്ചിക്കും? ഞാൻ പറഞ്ഞില്ലേ വേണ്ട പോലെ ചെയ്യും സേവിച്ചെന്ന്. ശ്രീകുട്ടി പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ റൂമിലേക്ക് പോയി ഇഷാനി. രാത്രിയോടെ രാകേഷിന്റെ അമ്മ വിളിച്ച് പണിക്കരെ കണ്ടു. ജാതകം നോക്കി 10ൽ 8 പൊരുത്തമുണ്ടെന്നും അടുത്ത ഞായറാഴ്ച തന്നെ കാണാനുള്ളവർ വരുമെന്നും അറിയിച്ചു. അതിൽ പോലെ ഒരു സന്തോഷമില്ലായിരുന്നു രാജിക്ക്. എത്രയും പെട്ടെന്ന് സ്ഥലം വിൽക്കുന്ന കാര്യം കൂടി നടന്നിട്ടിയാൽ മതിയായിരുന്നു ഭഗവാനെ, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞവർ. ഇഷാനിക്ക് അതൊക്കെ കേട്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത്. എത്ര പെട്ടെന്നാണ് തൻ്റെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. രാവിലെ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങിയിറങ്ങിയവൾ നാളുകൾക്ക് ശേഷം ആ ബസ് സ്റ്റോപ്പിന് കുറച്ച് മാറി എതിർവശത്തായി തന്റെ ബുള്ളറ്റിൽ ചാരി സിഗരറ്റ് വെച്ചുകൊണ്ട് നിൽക്കുന്നവനെ കണ്ടവൾ. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. അവൾ ദയിപ്പിക്കുന്ന തരത്തിൽ നോട്ടം നോക്കിയവൻ. അവൾക്ക് പേടി തോന്നിയില്ല. അവളുടെ ചുണ്ടിൻ കോണിൽ പൂച്ചച്ചിരി വിരിഞ്ഞു. സ്വന്തം ജീവിതം കൊണ്ട് പന്താടുന്നവനോടുള്ള പരിഹാസച്ചിരി.
അവളുടെ ചിരി കണ്ടപ്പോൾ ദേഷ്യം വന്നവന്. വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് ഒന്നുകൂടി ആഞ്ഞു വലിച്ച് ആ സിഗരറ്റ് ഊറ്റി കളഞ്ഞവൻ പുക വായിലേക്ക് പറത്തി വിട്ടുകൊണ്ട് മുണ്ടുമടക്കി കുത്തി റോഡ് ക്രോസ് ചെയ്ത് അവളെ ലക്ഷ്യമാക്കി നടന്നു വന്നവൻ. പതിവായി ആൾക്കൊപ്പം ബസ്സിൽ പോകുന്നവരുണ്ടായിരുന്ന സ്റ്റോപ്പിൽ ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം വലിയ വീട്ടിൽ ഭദ്രനെ. അവന് മാത്രമല്ല ഇഷാനിയെയും. എന്താണ് നിനക്കൊരു പുച്ഛഭാവം? പെണ്ണാണോ ഗവൺമെന്റ് ജോലിക്കാരൻ വന്നതിന്റെ അഹങ്കാരാണോ? മുണ്ടും മടക്കി കുത്തി ആൾക്ക് മുമ്പിൽ വന്ന് നിന്ന് ചോദിച്ചവൻ. അഹങ്കരിക്കാൻ മാത്രം ഞാനിവിടെ പ്രഹസനൊന്നും കാണിച്ചിട്ടില്ല. കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന സ്വഭാവം എനിക്കില്ല. മാറിയിട്ടുകൊണ്ട് വന്ന പെണ്ണിനെ എൻ്റെ കല്യാണം കാണാൻ വന്നെന്നറിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട നിങ്ങളോട് ഈ ഭാവമല്ലാതെ പിന്നെ എന്താണ് ഞാൻ കാണിക്കേണ്ടത്? അവളുടെ നേർക്ക് നേരെ നിന്നുകൊണ്ടുള്ള പറച്ചിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഭദ്രന്. ആരെ കണ്ടിട്ടാണ് നീ നെഗളിക്കുന്നത്? നിന്റെ നസ്രാണി മുതലാളിയെ കണ്ടിട്ടോ, അതോ ഇന്നലെ നിന്നെ കാണാമെന്ന മനക്കിലെ മൊണ്ണയെ കണ്ടിട്ടോ? ചോദിച്ചു അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചവൻ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.